ഹായ് ഓൾ. ഈ തയ്യാറെടുപ്പുകളൊക്കെ കണ്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ടെന്നുള്ളത്. യെസ്, എനിക്കിന്ന് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കോളേജിൽ നിന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേർ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കോളേജിൻ്റെ പുറത്ത് വീട് റെൻറ്റിന് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും കൂടി ഒരു ദിവസം ഒന്ന് വീട്ടിലേക്ക് വിളിക്കണം എന്ന്. അത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് മാത്രമായി പോകാറാണ് പതിവ്. അങ്ങനെ അവസാനം പ്ലാൻ ചെയ്ത് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് വൈകുന്നേരം എല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഉണ്ടാക്കുന്നത് ബൺമസ്കയാണ് കേട്ടോ. ഇപ്പം ബൺമസ്കയും ഇറാനി ചായയുമാണല്ലോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബൺമസ്ക ഉണ്ടാക്കി. ഇറാനി ചായ അല്ല കേട്ടോ, കൂടെ എൻ്റെ സ്വന്തം ഇഞ്ചി ചായയാണ് കേട്ടോ. എൻ്റെ സ്പെഷ്യൽ ഇഞ്ചി ചായയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ വേറെ കുറച്ച് സ്നാക്സുകൾ ഉണ്ടായിരുന്നു. തക്കാളി മുറുക്കുണ്ടായിരുന്നു, ബീട്രൂട്ട് പക്കാവട. അതിപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് പക്കാവട ഉണ്ടായിരുന്നു, ബൺമസ്ക, സമോസ, അങ്ങനെ ഇത്രയും കാര്യങ്ങളായിരുന്നു ചായക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ശരിക്കും ഈ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിനും എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നിരത്തിരുന്നായിരുന്നു ചായയൊക്കെ കുടിച്ചത്. നല്ല രസമായിരുന്നു. കുറേ നേരം നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, എന്താണെന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ. അങ്ങനെ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു ഈവനിങ് ടൈമായിരുന്നു, നല്ലൊരു ക്വാളിറ്റി ടൈമായിരുന്നു വിത്ത് മൈ ജൂനിയേഴ്സ്. പിന്നെ ഇതിൽ PG ചെയ്യുന്നവർ, PhD ചെയ്യുന്നവർ, ഫാം ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ പല കാറ്റഗറിയിലുള്ളവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകളും സ്ട്രെസ്സുകളും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ഫീൽഡ് വർക്ക് ഉണ്ട്, ലാബ് വർക്ക് ഉണ്ട്, തീസിസ് റൈറ്റിങ്, ഡിഫൻസ് സെമിനാർ, ക്രെഡിറ്റ് സെമിനാർ, ക്ലാസ്സുകൾ, അങ്ങനെ പല പല സ്റ്റേജസിലൂടെ ആയിരിക്കും എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒബ്വിയസ്ലി അതിൻ്റെ തിരക്കുകളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ തിരക്കുകൾക്കൊക്കെ ഇടയിൽ ഇതുപോലെയുള്ള ഒത്തുകൂടലുകൾ ശരിക്കും നല്ലതല്ലേ? നമുക്കതൊരു സ്ട്രെസ് റിലീഫല്ലേ ശരിക്കും തരുന്നത്. നമ്മൾ ഇടയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും കൂടെ, എല്ലാവരെയും കിട്ടിയില്ലെങ്കിലും കിട്ടുന്നവരെല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ദൂരത്തൊന്നുമല്ല, നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ ഉടനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല ഈവനിങ് ആയിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്നിരുന്ന് എല്ലാവരോടും ഇരുന്ന് കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ എല്ലാവരോടും എവിടെയെങ്കിലും ഒന്ന് പോകുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സ്ട്രെസ് റിലീഫ് എന്നതിലുപരി നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ടിങ്, ഒരു കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഭയങ്കര പ്രധാനം. ഞാനങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ ബന്ധങ്ങളിലും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. നാളെ ഇവർക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാമായിട്ടും പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് ടു വീണ്ടും ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചാലോ എന്നാണ് കേട്ടോ ഇവിടെ ഇപ്പം നടക്കുന്ന ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ ഫൈനലി ലാസ്റ്റ് തീരുമാനിച്ചു നമുക്കൊരു മലയാളം, തമിഴ്, ഹിന്ദി ദ്രംഷരാഡ്സ് കളിക്കാമെന്ന്. കാരണം നമ്മുടെ കൂട്ടത്തിൽ മലയാളികൾ മാത്രമല്ല, ആന്ധ്ര, കർണാടക, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇത് ഹർഷവർദ്ധൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരാൻ കേട്ടോ നമുക്ക്. One word, two word, whatever it is. Old movie, medium movie, new movie. Like this, hero. Like this, heroine. So, New movie. new hero, new heroine. Old hero, like that. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് അവരവർക്ക് കിട്ടിയ സിനിമകൾ ഇങ്ങനെ വന്ന് അഭിനയിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പല പല സിനിമകളുണ്ടായിരുന്നു. മലയാളം ഉണ്ടായിരുന്നു, തമിഴ് ഉണ്ടായിരുന്നു, ഹിന്ദി ഉണ്ടായിരുന്നു. This movie, how many letters? ധനുഷ് എന്താ എന്നത് വാട്ട് എന്നെയും നോക്കി പായും തോട്ട വാട്ട് ക്യാ Why this color already? എന്താ How many words? How many words? എന്താക്കി വേറെ വേർഡ്സ് How many words? എന്താ എന്താ പേര് How many words? Heroine. എന്താണെന്ന് ഞാൻ എന്താണെന്ന് എപ്പടിയാ യാരടി മോഹിനി. രണ്ട് വേർഡ് ടു വേർഡ്സ് New movie, old movie. ന്യൂ മൂവി നോട്ട് മിഡിൽ ന്യൂ ബട്ട് സംവാട്ട് ഓൾഡ് 2020 Puspa. അല്ലു അർജുൻ തമിഴ് Bani. ദുൽഖർ Dulquer. ദുൽഖറിന്റെ പരിചയം Usto hotel. Usto hotel. സീതാറാം.
ഇങ്ങനെ മാറ്. യുദ്ധം യുദ്ധം അങ്ങനെ ദ്രംഷരാട്സൊക്കെ കളിച്ചും കുറേ സമയം പോയി. നല്ല രസമായിരുന്നു. സമയം പോയിട്ട് നമ്മൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല കുറേ വെറൈറ്റി സിനിമകളും പിന്നെ ഭയങ്കര കോമൺ ആയിട്ടുള്ള സിനിമകളാണ്. പക്ഷേ അത് ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ. ഫൈവ് ലെറ്റേഴ്സ് ഫസ്റ്റ് വേർഡ്. അങ്ങനെ ദ്രംഷരാട്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജൂനിയർ അരുന്ധതിയുടെ വക ഒരു ചെറിയ നന്ദി പ്രസംഗം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു തസ്മി ചേച്ചി ഫോർ ദിസ് വണ്ടർഫുൾ മൊമെൻറ്റ്സ്. ഇത് നമുക്ക് നേരത്തെ ആവാമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇത്രയും നല്ലൊരു ഡേ ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ചേച്ചീൻ്റെ ബൺ മസ്കൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി. അപ്പം മൊത്തത്തിലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിള്ളേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. ഒരു ചെറിയ ടീ പാർട്ടി വ്ളോഗായിരുന്നു വിത്ത് മൈ ഡിപ്പാർട്ട്മെൻറ്റ് ടീം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗുമായിട്ട് ഉടനെ തന്നെ കാണാം.